പാവുമ്പ വടക്ക് ചിറക്കൽ ദേവി ക്ഷേത്രത്തിൽ സപ്താഹയജ്ഞത്തിന് തുടക്കമായി. ദേവസ്വം ബോർഡ് അംഗം അഡ്വക്കേറ്റ് എ അജികുമാർ ഭദ്രദീപ പ്രകാശനം നിർവഹിച്ചു. വിളംബര ഘോഷയാത്രയും നടത്തി. ക്ഷേത്രത്തിൽ പൗർണമി പൊങ്കാലയും നടത്തി. പാവുമ്പ വടക്ക് ചിറക്കൽ ദേവി ക്ഷേത്രത്തിലാണ് സപ്താഹയജ്ഞത്തിന് തുടക്കം കുറിച്ചത്. ഇതോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ പൗർണമി പൊങ്കാലയും നടത്തി. നിരവധി ഭക്തരാണ് പൊങ്കാലയിൽ പങ്കെടുത്തത്. സപ്താഹയജ്ഞത്തിന് തുടക്കം കുറിച്ച് വിളംബര ഘോഷയാത്ര നടന്നു. ദേവസ്വം ബോർഡ് അംഗം അഡ്വക്കേറ്റ് എ അജികുമാർ ഭദ്രദീപം തെളിച്ചു. പണം ഉണ്ടായാൽ മാത്രം പോരാ അല്ലേ? പണം ഉണ്ടായാൽ മാത്രം പോരാ, നമുക്കത് ചെയ്യാനുള്ള മനസ്സും ഉണ്ടാകണം. ഇപ്പോൾ ഈ ലോകത്തിൻ്റെ നാലിൽ മൂന്ന് ഭാഗവും പിടിച്ചടക്കിയ ഒരു രാജാവിൻ്റെ പേരാണ് അലക്സാണ്ടർ ചക്രവർത്തി. അദ്ദേഹത്തിൻ്റെ ഒരു ഹരമാണ് ഓരോ രാജ്യങ്ങളും ആക്രമിക്കുക, തൻ്റെ സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർക്കുക. അദ്ദേഹത്തിൻ്റെ സ്വപ്നം എന്ന് പറഞ്ഞ ലോകം മൊത്തം കീഴ്പ്പെടുത്തുക എന്നുള്ളതാണ്. പക്ഷെ അതിന് മുമ്പ് മുക്കാൽ ഭാഗമായപ്പോഴത്തേക്ക് അലക്സാണ്ടർ ചക്രവർത്തി മരണപ്പെട്ടു പോയി. അപ്പം മരിക്കുന്നതിന് മുമ്പ് ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചു, എൻ്റെ ശവശരീരം അടക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നതിന് മുമ്പ് എൻ്റെ രണ്ട് കൈകളും പുറത്തേക്കിട്ടിരിക്കണം. അങ്ങനെ പുറത്തേക്കിട്ടാൻ എന്താ ചോദിച്ചാൽ, ഞാൻ ഇതൊന്നും കൊണ്ടുപോകുന്നില്ല. ഞാൻ യുദ്ധം ചെയ്തതും വെട്ടിപ്പിടിച്ചതും ഇതെല്ലാം ഇവിടെ ഉപേക്ഷിച്ച് പോവുകയാണ്. ഇത് ജനങ്ങൾ അറിയട്ടെ, അത് ബോധ്യപ്പെടുത്താൻ വേണ്ടി ചെയ്യുക എന്ന് പറഞ്ഞ പോലെ ചില ആളുകൾ, എല്ലാവരും ഇല്ല കേട്ടോ, കോടിക്കണക്കിനുണ്ട്. പക്ഷെ എന്തിനു വേണ്ടിയാണെന്ന് അറിയത്തില്ല. ക്ഷേത്രത്തിൽ ആദ്യമായി എത്തിയ ദേവസ്വം ബോർഡ് അംഗത്തിന് ഊഷ്മളമായ വരവേൽപ്പാണ് ഭക്തർ നൽകിയത്. യജ്ഞശാലയിൽ പ്രതിഷ്ഠിക്കാനുള്ള പ്രതിഷ്ഠകളുടെ വിളംബര ഘോഷയാത്രയിൽ നൂറുകണക്കിന് ഭക്തർ പങ്കെടുത്തു. പുലിമുഖം ജഗന്നാഥ ശർമ്മയാണ് യജ്ഞാചാര്യൻ. ക്ഷേത്ര മേൽശാന്തി മധുസൂദനൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലാണ് ക്ഷേത്ര ചടങ്ങുകൾ നടക്കുന്നത്. അവഭൃത സ്നാന ഘോഷയാത്രയോടെ 28-ന് യജ്ഞം സമാപിക്കും. ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് ബി ഗോപിപിള്ള അധ്യക്ഷത വഹിച്ചു. സബ് ഗ്രൂപ്പ് ഓഫീസർ എസ് അനിൽകുമാർ, ദേവസ്വം ബോർഡ് ജീവനക്കാരുടെ കലാസാംസ്കാരിക സംഘടനയായ തിടമ്പിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് ആദർശ്, ഉപദേശക സമിതി സെക്രട്ടറി അജേഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തഴവ.